പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ CPM കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി BS ശക്തിധരനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടും തുടർ നടപടികൾ ഇല്ല. 2022 പീഡനശ്രമം നടന്നതെന്ന് പെൺകുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയിൽ പറയുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ് FIRൽ ഉള്ളത്. 2021 സംഭവം. 6ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന കുട്ടിയെ അധ്യയന വർഷത്തിന്റെ അവസാനം കൂട്ടിക്കൊണ്ടുപോയി. ഛർദ്ദിച്ച് അവശയായിരുന്നു കുട്ടി. അതിജീവിതയായ കുട്ടിയുടെ വീട്ടിൽ എത്തിച്ച ശേഷം ബാത്റൂമിൽ കൊണ്ടുപോയി വായും മുഖവും കഴുകി ബെഡ്റൂമിൽ എത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് FIR. ഗുരുതര പീഡന സ്വഭാവമുള്ള ആരോപണങ്ങൾ FIRലുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കയ്പമംഗലം പോലീസ് കേസെടുത്തത്. അതിനിടെ പരാതി നൽകി 3 ആഴ്ച കഴിഞ്ഞിട്ടും ശക്തിധരനെ അറസ്റ്റ് ചെയ്യാത്തത് സ്വാധീനത്തിന്റെ ഫലമാണെന്നാണ് ആരോപണം. കോൺഗ്രസ് പ്രതിഷേധമടക്കം നടത്തി. BJPയും പ്രക്ഷോഭത്തിലാണ്. കേസിൽ അന്വേഷണം നടക്കുകയാണെന്ന് കയ്പമംഗലം പോലീസ് പ്രതികരിച്ചു. അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളുമായി ശക്തിധരൻ നിൽക്കുന്ന ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. പോലീസ് CPM അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കേസെടുത്ത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് കിടക്കുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ നാടകം കളിക്കുകയാണ് കയ്പമംഗലം പോലീസ് എന്നാണ് BJP ആരോപിക്കുന്നത്. കേസെടുത്ത് 10ാം മണിക്കൂറിൽ പോലീസുകാരെ കാഴ്ചക്കാരാക്കി മുന്നിലൂടെ ബൈക്കിന് പോയ ശക്തിധരനെ കൈവീശി അഭിസംബോധന ചെയ്യുന്ന പോലീസാണ് ഉള്ളതെന്നും BJP പറയുന്നു. കേസ് അട്ടിമറിക്കാനും പരാതിക്കാരെ സ്വാധീനിക്കാനും CPM നേതാവിന് അവസരമുണ്ടാക്കാനാണ് അറസ്റ്റ് വൈകിപ്പിക്കുന്നതെന്നാണ് ആരോപണം. പരാതി നൽകാനുള്ള കാലതാമസം മറയാക്കി CPMകാരനെ രക്ഷിക്കാനാണ് നീക്കമെന്ന് ആരോപണമുണ്ട്.